ഇത് 2 ഗ്ലാസ് ചകിരിച്ചോറ് വെച്ചത്. അരിപ്പൊടി 2 ഗ്ലാസ് ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് തേങ്ങയും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കുന്നു. അരിക്കും ചോറിന് ആവശ്യത്തിന് ഉപ്പ്, തേങ്ങ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പഞ്ചസാര, 2 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇതെല്ലാം കൂടെ വെള്ളമൊഴിച്ച് മിക്സിയിൽ അരച്ചെടുക്കുന്നു. അരിപ്പൊടി, ചോറ്, കുറച്ച് തേങ്ങ, ഉപ്പ്, കുറച്ച് പഞ്ചസാര ഇതെല്ലാം ഇട്ട് അരച്ചു മിക്സി ഇതൊന്ന് ഇളക്കിയിട്ട് അത് പകുതി എടുത്ത് ദോശയാക്കാൻ പറ്റും, നീർദോശ. ബാക്കി ഈസ്റ്റ് ചേർത്ത് നാളെ അപ്പം ഉണ്ടാക്കാം. അപ്പത്തിനുള്ള മാവ് ഈ ചിരത്തിലേക്ക് മാറ്റുന്നു. ബാക്കി കുറച്ച് ദോശ ഉണ്ടാകാം. ഇന്ന് അത്താഴത്തിന് ദോശയ്ക്ക് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നു ലൂസാക്കാൻ. കുറച്ചുകൂടി വെള്ളം ചേർത്ത് വാട്ടുകാരെ ദോശ ഇനി ഇതിനകത്ത് ഈസ്റ്റ് ചേർത്ത് പുളിമാവാണ്. ഇത് ഈ മാവിലേക്ക് ചേർക്കുന്നു. നാളെ 8 മണിക്കൂറിന് ശേഷം അപ്പം ഉണ്ടാക്കും. അപ്പത്തിനുള്ള മാവ് ഇതിലേക്ക് പുളിമാവ് ഈസ്റ്റ് ചേർത്തിടുന്നു. ഈസ്റ്റും പുളിമാവിൻ്റെ ചേർത്തിട്ട് ഇളക്കി 8 മണിക്കൂർ വെച്ച് കുളിപ്പിക്കണം. പുളിക്കാൻ വെക്കുന്നു. ദോശയുടെ മാവ് റെഡിയായി. ഇനി 1 മണിക്കൂർ കഴിയുമ്പോൾ ദോശ ഇടാം. ദോശ ദോശ പോലെ തുളയൊക്കെ വന്നു മറിച്ചിട്ട് വേവിക്കുക. മൂന്ന് ദോശ ഇട്ടു, 2 ദോശ ഇട്ടിട്ട് നിർത്താം. ബാക്കി മാവ് നാളത്തേക്ക് അപ്പത്തിൻ്റെ കൂടെ ചേർക്കാം. ചക്കക്കുരു അധികം മൂക്കാത്ത ചക്കക്കുരുവാണ്. പാടൊന്നും ഊഴുന്നില്ല. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുക്കാൻ പോവുക. കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് പുഴുങ്ങിയെടുക്കുന്നു. ചുരുവത്തിലേക്ക് വെള്ളം ഒഴിച്ച് പുഴുങ്ങാൻ വെക്കുന്നു. വെന്തു. ഇനി കോരിയിട്ട് ചക്കക്കുരു കത്തി കൊണ്ട് മുറിച്ചിട്ട് പുറമെ തൊലി കളയുന്നു. എന്നിട്ട് ഇനി
കറിയാക്കുകയോ തോരൻ വെക്കുകയോ ചാറാക്കുകയോ വട ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. ഇന്നലെ അരച്ച് വെച്ച അപ്പത്തിൻ്റെ മാവ് ദോശക്കല്ലിലോ ചീനച്ചട്ടിയിലോ ചുടാം. ദോശക്കല്ലിൽ കുറച്ച് എണ്ണ തൂക്കും. അതുപോലെ ഈ ചീനച്ചട്ടിയിലേക്ക് എണ്ണ തൂക്കും. ഈ മാവ് ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കും. ചീനച്ചട്ടിയിൽ അപ്പം മൂടി വെച്ചു. ഇത് മൂടുക മൂടാതിരിക്കുക. കല്ലിൽ അപ്പം ഒന്ന് മൂടുന്നു. ദോശക്കല്ലിൽ വെച്ച് അപ്പം മറച്ചിടും. ചീനച്ചട്ടിയിൽ അപ്പം കുറച്ച് കുത്തി കുത്തിച്ചു. ദോശക്കല്ലിൽ വെച്ചപ്പം എടുക്കാതെ രണ്ടാമത്തെ അപ്പം ഇനി ഈ അപ്പം പാലപ്പവും കള്ളപ്പവും ദോശക്കല്ലിൽ ഒഴിച്ചപ്പോൾ ചീനച്ചട്ടിയിൽ ഒഴിച്ചപ്പോൾ രണ്ടാമത്തെ അപ്പം എടുക്കുന്നു. അതിന് കൂട്ടാൻ ചിക്കൻ കറി. കഴിഞ്ഞ ദിവസം വെച്ച ചിക്കൻ കറി എടുത്തിട്ട് ഇത്രയും പച്ചക്കറികൾ കൊണ്ടൊരു അവിയൽ വെക്കാൻ. വഴുതനങ്ങയുണ്ട്, വാഴയ്ക്കുണ്ട്, കിഴങ്ങുണ്ട്, പപ്പായ, മാങ്ങ, ചക്കക്കുരു പുഴുങ്ങിയത്. ഇത് ലാസ്റ്റ് ഇടാം. ഇതെല്ലാം ആദ്യം വേവിക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നു. ഇത് വെന്ത് കഴിയുമ്പോൾ മാങ്ങ, വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു ഇതൊക്കെയിടാം. ഈ മുളകൊക്കെ ജീരകം ചേർത്ത് അരച്ച് ഒതുക്കിയിടാം. അവിയൽ വെക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങൾ തിളച്ചു ചെറു തീയിൽ വേവിക്കണം. മാങ്ങ അരിഞ്ഞു വെച്ചു. ചക്കക്കുരു ചെറുതായിട്ട് രണ്ടായിട്ട് മുറിച്ച് വെച്ച് മുളക്, ജീരകം ഇതൊക്കെ അരിക്കാനായിട്ട് തേങ്ങ എടുക്കാം. തേങ്ങ, ജീരകം, മുളക് ഇതൊക്കെ ഒതുക്കിയെടുക്കുന്നു. ഈ കഷ്ണത്തിലേക്ക് ഉപ്പിടുന്നു. കുറച്ച് മഞ്ഞൾ ഇടുന്നു. പിന്നെ ഇതിലേക്ക് മാങ്ങ ഇടുന്നു. മാങ്ങ വെന്ത് കഴിയുമ്പോൾ ചക്കക്കുരു ഇടാം. ഇതിലേക്ക് ചക്കക്കുരു ഇടും. മൂടി വെച്ച് വേവിക്കുന്നു. എന്നിട്ട് അരപ്പരച്ചുകൊണ്ട് വരാം. വലിയ കഷ്ണങ്ങൾ വെന്തു വെള്ളം പറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതിലേക്ക് അരപ്പ് ചേർക്കുന്നു. അരപ്പ് ഒതുക്കിയതും കുറച്ച് വെള്ളം ചേർത്തു. അരപ്പിൽ വെള്ളം ചേർത്തു ഇളക്കുന്നു. ഇത് തിളച്ച് കഴിയുമ്പോഴേക്ക് കറിവേപ്പിലയും വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ചേർത്ത് അവിയൽ തിളച്ചു. കറിവേപ്പില എണ്ണ ഒഴിക്കുന്നു.
ഇപ്പം അവിയൽ റെഡിയായി. അവിയൽ മിക്സഡ് വെജിറ്റബിൾ കറി വിത്ത് അവൈലബിൾ ഇൻഗ്രീഡിയൻസ്.